വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ചേർത്തല പള്ളിപ്പുറം ചെങ്ങന്തറ വീട്ടിൽ സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു. കൊല്ലപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്ന സൂചനയിൽ ഭാരതീയ ന്യായസംഹിത 103 വകുപ്പ് പ്രകാരമാണ് കേസ്. ഇയാളെ ചൊവ്വാഴ്ച രാത്രി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കാണാതായ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന കിട്ടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച രാത്രി കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനും DNA പരിശോധന വേഗത്തിലാക്കാനും അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. ജൈനമ്മയുടെ സഹോദരങ്ങളായ സാവിയോ മണിയുടെയും ആൻസിയുടെയും രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ശരീരാവശിഷ്ടത്തിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. സംഭവവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനൊപ്പം കസ്റ്റഡിയിലെടുത്ത ചേർത്തല സ്വദേശികളായ 2 പേരിൽ ഒരാളെ ജാമ്യത്തിൽ വിട്ടു. വസ്തു ഇടനിലക്കാരൻ കൂടിയായ സെബാസ്റ്റ്യന്റെ കണിച്ചുകുളങ്ങര കവലയ്ക്ക് സമീപമുള്ള വീട്ടിൽ ചൊവ്വാഴ്ച ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. സെബാസ്റ്റ്യന്റെ സഹായിയായിരുന്ന ചേർത്തല സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനോജ് ഇപ്പോഴും കസ്റ്റഡിയിലാണ്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ ചെങ്ങന്തറ വീട്ടിൽ നിന്നാണ് തിങ്കളാഴ്ച ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതിന് 3 ദിവസം മുൻപാണ് ജൈനമ്മയെ കാണാനില്ലെന്ന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത്. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ പത്മാനിവാസിൽ ബിന്ദു പത്മനാഭനെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ 1-ാം പ്രതിയായിരുന്നു. ഈ കേസും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP ഗിരീഷ് P സാരഥി, DYSP സ്റ്റാലിൻ സേവിയർ, ഇൻസ്പെക്ടർ MS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടം കണ്ടെത്തിയിട്ടും സെബാസ്റ്റ്യന് കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പഴുതടച്ച നീക്കത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. എന്നാൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ ഇയാൾ അന്വേഷണ സംഘത്തെ വട്ടം കറക്കിയെന്നാണ് വിവരം. തനിക്ക് ഗുരുതര രോഗമാണെന്ന് ധരിപ്പിച്ച തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ നിന്നും ഇയാൾ ഒഴിഞ്ഞുമാറി. ബിന്ദു പത്മനാഭനെ 2002 മുതൽ കാണാനില്ലെന്ന് കാട്ടി 2017 സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത്. വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനാണ് ഉത്തരവാദിയെന്ന് കാട്ടിയായിരുന്നു പരാതി. കോടികളുടെ സ്വത്തിനുടമയായിരുന്ന ബിന്ദു പത്മനാഭൻ സഹോദരനുമായി സഹകരണമില്ലാതെയാണ് ജീവിച്ചത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന പത്മനാഭപിള്ളയുടെയും അംബികാദേവിയുടെയും മക്കളായിരുന്നു ഇരുവരും. 2002 സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായാണ് രക്ഷിതാക്കൾ മരിച്ചത്. മരണാനന്തര ചടങ്ങിലും പങ്കെടുക്കാതിരുന്ന ബിന്ദു അതിനുശേഷം പൂർണ്ണമായി സഹോദരനിൽ നിന്ന് അകന്നു. പ്രവീൺ ചേർത്തലയിൽ നിന്നും ഇടുക്കിയിലേക്കും പിന്നീട് വിദേശത്തേക്കും ജോലിക്കായി പോയി. മടങ്ങിയെത്തിയപ്പോഴാണ് പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ 2013 വരെ ബിന്ദു ജീവിച്ചിരുന്നതായി തെളിവ് കിട്ടി. സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തുകാർക്ക് ഒരു കാലത്ത് അമ്മാവനായിരുന്നു. വസ്തുവിടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ നാട്ടുകാരുമായി വലിയ സഹകരണത്തിലും സഹായിയുമായിരുന്നു. 2017 ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ പിടിയിലാകുകയും കുടുങ്ങുകയും ചെയ്തതോടെയാണ് ഇയാൾ നാടിന്റെ സംശയ നിഴലിലായി അകന്നത്. ഇതോടെ വസ്തുവിടപാടുകളിൽ ഇയാൾ കബളിപ്പിച്ചതായി പലരും രേഖാമൂലമല്ലാത്ത പരാതികളും ആരോപണങ്ങളും ഉയർത്തിയിരുന്നു. ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള 2.5 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വീടും അതോടെ ദുരൂഹതയുടെ നിഴലിലായി. കേസിൽ ഉൾപ്പെട്ട് നിരന്തരം പോലീസ് വീട്ടിലെത്തിയതോടെ ഇയാളും കുടുംബവും താമസം ഭാര്യ വീടായ ഏറ്റുമാനൂരിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോഴും പകൽ സമയങ്ങളിൽ സ്ത്രീകളടക്കം പലരുമായും ഇയാൾ പൊങ്ങുന്തറ വീട്ടിലെത്താറുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത്. രാത്രികാലങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കാണാതായ ബിന്ദു പത്മനാഭന്റെ അവശിഷ്ടങ്ങളാണെന്നായിരുന്നു നാട്ടുകാർ ആദ്യം ധരിച്ചത്. പിന്നീടാണ് ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായ സംഭവത്തിലായിരുന്നു പരിശോധനയെന്നറിഞ്ഞത്. കാണാതാകുകയും കൊല്ലപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്യുന്ന ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയ്ക്ക് സെബാസ്റ്റ്യനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നതായും സൂചനയുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളിലും അന്വേഷണ സംഘം തെളിവുകൾ തേടുന്നുണ്ട്. 2017 ബിന്ദു പത്മനാഭൻ തിരോധനക്കേസിൽ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ജാമ്യത്തിനായി രംഗത്തിറങ്ങിയ സ്ത്രീ ജൈനമ്മയാണെന്നാണ് സംശയം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.